പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക രംഗത്ത് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, എണ്ണയുടെ വില $90 ബാരലിന് അടുക്കുകയാണ്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില വീണ്ടും കുതിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ ഘട്ടത്തിൽ രൂപയുടെ വില ഇടിഞ്ഞ് താഴുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഡോളറിൻ്റെ വില 83 രൂപ 69 പൈസയാണ്. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് ഡോളർ പോയിരിക്കുന്നു. രൂപയുടെ മൂല്യത്തിൽ കാര്യമായ തകർച്ച നേരിടുകയാണ്. ഇതിൻ്റെ ഒരു താരതമ്യം നോക്കാം. 2023 ഏപ്രിലിൽ 81 രൂപ 72 പൈസയായിരുന്നു ഒരു ഡോളറിൻ്റെ വിലയെങ്കിൽ 2022 ഏപ്രിൽ മാസത്തിൽ അത് 77 രൂപ 56 പൈസ മാത്രമായിരുന്നു. 2014 ശരാശരി വില 61 രൂപ 02 പൈസയായിരുന്നെങ്കിൽ 2004 അത് 45.32 രൂപയായിരുന്നു. ഇത് തന്നെ ഒരു 10 വർഷം കൂടി പുറകോട്ട് പോകുമ്പോൾ 1994 31.36 രൂപയാണ്. 1984 ഒരു ഡോളറിൻ്റെ വില 11 രൂപ 36 പൈസയും 1974 ഡോളറിൻ്റെ വില 8 രൂപ 10 പൈസയുമായിരുന്നു. അപ്പോൾ എത്ര മടങ്ങ് നമ്മുടെ ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നു, അതനുസരിച്ച് രൂപയുടെ മൂല്യം താഴോട്ട് പോയിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ മറ്റെല്ലാ സാധനങ്ങളുടെയും വില ഗണ്യമായി കുതിച്ചു വരുമ്പോൾ ഇന്ത്യയിൽ വില കുറഞ്ഞു വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.